ലെറ്റ് സ്റ്റഡി ടുഗദർ 1000 ക്വസ്റ്റ്യൻസ് PDF എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 19ാമത്തെ വീഡിയോ ആണിത്. ഇനി 551ാമത്തെ ക്വസ്റ്റ്യൻ, അക്രിലിക് ഫൈബറിന് സാധാരണ ട്രേഡ് നെയിം ഏതാണ്? അക്രിലിക് ഫൈബറിൻ്റെ സാധാരണ ട്രേഡ് നെയിം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഓർലോൺ ആണ് അല്ലേ. അക്രിലിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിന്തറ്റിക് ഫൈബർ ആണ്. വൂളിന് സമാനമായ, വൂളിന് ഈക്വൽ ആയിട്ടുള്ള അപ്പിയറൻസും വാംത്തും ലൈറ്റ് വെയിറ്റ് തുടങ്ങിയ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അക്രിലിക് സ്വെറ്റേഴ്സ്, ബ്ലാങ്കറ്റ്സ്, നിറ്റ് വെയർ തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അക്രിലിക്കിൻ്റെ എന്താണ് ട്രേഡ് നെയിം എന്ന് പറയുന്നത്? ഓർലോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 552, സ്പിന്നിങ് പ്രോസസ്സിൽ റോവിങ് എന്താണ്? സ്പിന്നിങ് പ്രോസസ്സിൽ റോവിങ് എന്താണ്? തിക് സ്ട്രാൻഡ് ബിഫോർ സ്പിന്നിങ്. ഓപ്ഷൻ നോക്കുക, തിക് സ്ട്രാൻഡ് ബിഫോർ സ്പിന്നിങ്. ഇംഗ്ലീഷിലാണ് ചില ഓപ്ഷൻസ് വരുന്നത്, ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, മനസ്സിലാവുണ്ടെന്ന് കരുതുന്നു. അതായത് സ്പിന്നിങ് പ്രോസസ്സിൽ കാർഡിങ്, ഡ്രോയിങ് തുടങ്ങിയ പ്രോസസ്സ് കഴിഞ്ഞ് ലഭിക്കുന്ന ഫൈബേഴ്സിനെ കൂടുതൽ പാരലാക്കി ചെറിയ അളവിൽ ട്വിസ്റ്റ് നൽകി ഉണ്ടാക്കുന്ന കനം കൂടിയ സോഫ്റ്റ് സ്ട്രാൻഡാണ് റോവിങ് എന്ന് പറയുന്നത്. എന്താണ്? തിക് സ്ട്രാൻഡ് ബിഫോർ സ്പിന്നിങ് അല്ലെ, കനം കൂടിയ സ്ട്രാൻഡ്, സ്പിന്നിങ്ങിന് മുന്നേ ഉള്ള കനം കൂടിയ സ്ട്രാൻഡ്. അപ്പോൾ കാർഡിങ്ങും ഡ്രോയിങ്ങും കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്ന ഫൈബറിനെ കൂടുതൽ പാരലാക്കി ചെറിയ അളവിൽ ട്വിസ്റ്റ്, ചെറിയ രീതിയിൽ ട്വിസ്റ്റ് കൊടുത്ത് കനം കൂടിയ രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന സ്ട്രാൻഡിനെയാണ് നമ്മൾ റോവിങ് എന്ന് പറയുന്നത്. ഇത് ഫൈനൽ യാണല്ല. റോവിങ് ചെയ്തതിന് ശേഷം റോവിങ്ങിന് കുറച്ചുകൂടി ട്വിസ്റ്റ് നൽകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? കുറച്ച് എന്താ പറയുക, നമുക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്പിന്നിങ് മെഷീനിലേക്ക് എത്തിച്ച് ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കൂടുതൽ ട്വിസ്റ്റ് നൽകി നമ്മൾ ഫൈനൽ യാണാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ്? കാർഡിങ്, ഡ്രോയിങ്, റോവിങ്, സ്പിന്നിങ്, യാൺ അല്ലേ, ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. റോവിങ് ആണ് എന്താണ്? ഫൈനൽ യാണിന് മുന്നുള്ള ഇൻ്റർമീഡിയറ്റ് സ്ട്രാൻഡ്, ഫൈനൽ യാൺ ചെയ്യുന്നതിന് മുന്നേയുള്ള കുറച്ച് ട്വിസ്റ്റ് നൽകിയിട്ടുള്ള തിക്കായിട്ടുള്ള സ്ട്രാൻഡിനെയാണ് നമ്മൾ റോവിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 553, കോമ്പിംഗ് പ്രോസസ്സിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? സ്പിന്നിങ്ങിൽ കോമ്പിംഗ് പ്രോസസ്സിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? കാർഡിങ്, അതായത് കാർഡിങ് കഴിഞ്ഞ ശേഷം ഫൈബർ അല്ലെങ്കിൽ സ്ലിവറിലുള്ള ഷോർട്ട് ഫൈബേഴ്സിനെ, ചെറിയ ചെറിയ ഫൈബേഴ്സ് അല്ലെങ്കിൽ നെപ്സ്, ചെറിയ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും അല്ലേ, ഇതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന, ഷോർട്ട് ഫൈബേഴ്സ് നീക്കം ചെയ്യുകയും ബാക്കിയുള്ള ഫൈബേഴ്സ് കൂടുതലായിട്ട് പാരലായിട്ട്, നമ്മളിപ്പോൾ മുടി കോമ്പിയില്ലേ, നമ്മൾ മുടി ഒന്ന് ഈവൺ ആവാൻ വേണ്ടി നമ്മൾ ചീപ്പിട്ട് ചെയ്യൂല, അതുപോലെ കോമ്പ് ചെയ്തൊന്നും പാരലാക്കി എടുക്കുന്ന പ്രോസസ്സാണ് കോമ്പിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കോമ്പിങ് കഴിഞ്ഞാൽ ലഭിക്കുന്ന സ്ലിവർ എന്തായിരിക്കും? സ്മൂത്തും ഈവൻ ആയിട്ട്, യൂണിഫോം ആയിട്ടും ക്ലീൻ ആയിട്ടും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഹൈ ക്വാളിറ്റി ആണ് നിർമ്മിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഹൈ ക്വാളിറ്റി ആണ് നിർമ്മിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കോമ്പിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 554, ഡ്രോയിങ് പ്രോസസ്സിൽ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കോമ്പിങ് പഠിച്ചു, അതുപോലെ തന്നെ റോവിങ് പഠിച്ചു അല്ലേ. ഡ്രോയിങ് പ്രോസസ്സിൽ എന്താണ് ചെയ്യുന്നത്? പാരലലൈസിങ് ഫൈബേഴ്സ്. എന്താണ് സ്പിന്നിങ് പ്രോസസ്സിൽ? കാർഡിങ് അല്ലെങ്കിൽ കോമ്പിങ് കഴിഞ്ഞ് ലഭിക്കുന്ന സ്ലിവേഴ്സിനെ ഫൈബേഴ്സ് പൂർണ്ണമായിട്ടും ഒരേ ദിശ, ഇപ്പോൾ നമ്മൾ കോമ്പിങ് ചെയ്താലും എല്ലാം ഒരേ ഡയറക്ഷനിൽ കറക്റ്റായിട്ട് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ഫൈബേഴ്സിനെ പിന്നീട് വീണ്ടും കൂടുതലായിട്ട് പാരലായി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡ്രോയിങ് ചെയ്യുന്നത്. അതായത് സ്ലിവേഴ്സിനെ നമ്മൾ കൂടുതൽ പാരലായി അറേഞ്ച് ചെയ്യുകയും സ്ലിവേഴ്സിൻ്റെ യൂണിഫോമിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഡ്രോവിങ് എന്ന് പറയുന്നത്. പാരലൈസിങ് ഫൈബേഴ്സിനെ, എല്ലാ ഫൈബേഴ്സിനെയും പാരലായിട്ട് ആക്കുന്ന പ്രോസസ്സാണ് ഡ്രോയിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 555, റിംഗ് സ്പിന്നിങ്ങിൽ ട്വിസ്റ്റ് നൽകുന്നത് ഏത് ഭാഗം? റിംഗ് സ്പിന്നിങ് മെത്തേഡിൽ ട്വിസ്റ്റ് നൽകുന്നത് ഏത് ഭാഗം എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഏത് ഭാഗമാണ് നോക്കാം. അതായത് റിംഗ് സ്പിന്നിങ്ങിൽ അതായത് ആദ്യം റോവിങ്ങിനെ ഡ്രാഫ്റ്റ് ചെയ്തിട്ട്, റോവിങ് എന്താണ് നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചു. റോവിങ്ങിനെ ഡ്രാഫ്റ്റിംഗ് ചെയ്ത് കനം കുറയ്ക്കുക. അതായത് കനം കുറച്ചതിന് ശേഷം പിന്നീട് സ്പിൻഡിൽ റിംഗ് ട്രാവലർ എന്ന് പറയുന്നത് റിംഗ് സ്പിന്നിങ്ങിലെ പ്രധാന ഭാഗങ്ങളാണ്.
ഇത് ഉപയോഗിച്ചിട്ട് യാണിന് ട്വിസ്റ്റ് നൽകിയിട്ട് വീണ്ടും യാൺ ബോബിനിൽ വൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് റോവിങ്ങിനെ ഡ്രാഫ്റ്റ് ചെയ്ത് കനം കുറച്ചതിന് ശേഷം സ്പിൻഡിൽ, റിംഗ്, ട്രാവലർ മുതലായവയുടെ സഹായത്തോടു കൂടി നമ്മൾ യാണിന് കൂടുതൽ ട്വിസ്റ്റ് നൽകി അതിനെ യാൺ ഉണ്ടാക്കിയതിന് ശേഷം ബോബിനിൽ വൈൻഡ് ചെയ്യുന്നു. ഇതാണ് എന്തിൽ ചെയ്യുന്നത്? റിംഗ് സ്പിന്നിങ്ങിൽ ചെയ്യുന്നത്. അപ്പൊ റിംഗ് സ്പിന്നിങ്ങിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റോളേഴ്സ് ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നു, സ്പിൻഡിൽ റൊട്ടേഷൻ ചെയ്യുന്നു, റിംഗ് ആൻഡ് ട്രാവലർ എന്ന് പറയുന്നത് ട്വിസ്റ്റ് നൽകാനും വൈൻഡിങ് ചെയ്യാനും സഹായിക്കുന്ന ഭാഗമാണ്. പിന്നീട് ബോബിനാണ് യാണ് ശേഖരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? റിംഗ് സ്പിന്നിങ്ങിൽ ട്വിസ്റ്റ് നൽകുന്നത് ഏതു ഭാഗം എന്ന ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? റിംഗ് ആൻഡ് ട്രാവലർ. അടുത്ത ക്വസ്റ്റ്യൻ 556. ഓപ്പൺ എൻഡ് സ്പിന്നിങ് എന്നതിന്റെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. ഓപ്പൺ എൻഡ് സ്പിന്നിങ് എന്നത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? റോട്ടർ സ്പിന്നിങ് ആണ് ഓപ്പൺ എൻഡ് സ്പിന്നിങ്ങിന്റെ മറ്റൊരു പേര്. എന്താണ് ഓപ്പൺ എൻഡ് സ്പിന്നിങ് എന്ന് പറഞ്ഞാൽ? റിംഗ് സ്പിന്നിങ്ങിൽ സ്പിൻഡിൽ, റിംഗ്, ട്രാവലർ എന്നിവ ഉപയോഗിച്ച് യാണ് നിർമ്മിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓപ്പൺ എൻഡ് സ്പിന്നിങ്ങിൽ കണ്ടിന്യൂസ് ഫൈബർ സ്ട്രാൻഡിന്റെ ഒരു ഓപ്പൺ എൻഡിലേക്ക് ഫൈബേഴ്സിനെ ഫീഡ് ചെയ്ത് യാൺ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്താണ് ഓപ്പൺ എൻഡ് സ്പിന്നിങ്ങിൽ? കണ്ടിന്യൂസ് ഫൈബർ സ്ട്രാൻഡിന്റെ ഒരു ഓപ്പൺ എൻഡിലേക്ക് ഫൈബേഴ്സ് ഫീഡ് ചെയ്ത് യാൺ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ എൻഡ് സ്പിന്നിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ എൻഡ് സ്പിന്നിങ്ങിന്റെ ഏറ്റവും പ്രശസ്തമായ രീതി എന്ന് പറയുന്നതാണ് റോട്ടർ സ്പിന്നിങ് എന്ന് പറയുന്നത്. ഓപ്പൺ എൻഡ് സ്പിന്നിങ് ഈക്വൽ ടു റോട്ടർ സ്പിന്നിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആണ്. റോട്ടർ സ്പിന്നിങ്ങിൽ കാർഡഡ് സ്ലിവറിനെ നമ്മൾ ആദ്യമായിട്ട് ഫൈബേഴ്സ് ആയി ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഫൈബേഴ്സിന് ഹൈ സ്പീഡിൽ റൊട്ടേറ്റിംഗ് റോട്ടറിലേക്ക് എത്തിക്കും. ഈ റോട്ടറിന്റെ ഉള്ളിൽ ഫൈബേഴ്സ് ശേഖരിക്കപ്പെടുകയും പിന്നീട് ട്വിസ്റ്റ് നൽകിക്കൊണ്ട് യാൺസ് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് റോട്ടർ സ്പിന്നിങ്. അതായത് റൊട്ടേറ്റിംഗ് റോട്ടറിനകത്തേക്ക് ഫൈബേഴ്സിന് ഹൈ സ്പീഡിൽ എത്തിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ട്വിസ്റ്റ് നൽകി കൊടുത്തുകൊണ്ട് യാൺ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഓപ്പൺ എൻഡ് സ്പിന്നിങ് എന്ന് വിളിക്കുന്നത്. റിംഗ് സ്പിന്നിങ്ങിൽ എന്താണ്? സ്പിൻഡിൽ, റിംഗ്, ട്രാവലർ ഉപയോഗിച്ചിട്ടാണ് ട്വിസ്റ്റിംഗ് നടത്തുന്നത് അല്ലേ. ഇനി എയർ ജെറ്റ് സ്പിന്നിങ് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻസിലുള്ളതാണ്. എയർ ജെറ്റ് സ്പിന്നിങ് ഒരു ഡിഫറെന്റ് മോഡേൺ സ്പിന്നിങ് ടെക്നിക്കാണ്. ഓപ്പൺ എൻഡ് സ്പിന്നിങ്ങിന്റെ സിനണിമായിട്ട് നമ്മൾ സാധാരണ റോട്ടർ സ്പിന്നിങ് ആണ് പഠിക്കുന്നത്. ഇനി മെൽറ്റ് സ്പിന്നിങ് എന്താണ്? പ്രധാനമായിട്ടും സിന്തറ്റിക് ഫൈബേഴ്സ് നിർമ്മിക്കുമ്പോഴാണ് പോളിമർ മെൽറ്റ് ചെയ്ത് ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് മെൽറ്റ് സ്പിന്നിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 557. വാർപ്പ് യാണിന്റെ പ്രധാന ഗുണം എന്താണ്? സ്ട്രെങ്തി ആയിട്ടുള്ള യാൺ എന്ന് പറയുന്നത് നമ്മൾ വാർപ്പ് യാണിനെയാണ് പറയുന്നത്. ലൂമിൽ ലെങ്ത് വൈസ് ഡയറക്ഷനിൽ, അതായത് ഫാബ്രിക്കിന്റെ നീളത്തിൽ പോകുന്ന യാണാണ് വാർപ്പ് യാണ്. വീവിംഗ് സമയത്ത് വാർപ്പ് യാണുകൾക്ക് എന്താണ്? പല മെക്കാനിക്കൽ സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അതിന് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും. അപ്പം അതുപോലെ തന്നെ ഏതൊക്കെയാണ്? ഷെഡിങ്, ബീറ്റിംഗ് അപ്പ്, ടെൻഷൻ, ലൂമിലൂടെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്. അപ്പം ഇതൊക്കെ എന്താണ്? വാർപ്പ് യാണിന് സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാർപ്പിയാണ് പ്രത്യേകിച്ചും എന്തായിട്ട് വേണം? നല്ല സ്ട്രെങ്ത് ഉള്ളതായിട്ട് തന്നെ വേണം. വാർപ്പിയാണിനാണ് ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത്. എന്തുകൊണ്ടാണ് വാർപ്പിയാണിന് സ്ട്രെങ്ത്? വീവിംഗ് സമയത്ത് വാർപ്പിയാൻ തുടർച്ചയായിട്ടുള്ള ടെൻഷനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വാർപ്പിയാണ് സാധാരണയായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളതും ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. ഈ വാർപ്പിയാന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വീവിങ്ങിന് മുമ്പ് സൈസിങ് പോലെയുള്ള പ്രോസസ്സസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 558. വെഫ്റ്റ് യാണിന്റെ പ്രധാന ഗുണം എന്താണ്? ലോ ട്വിസ്റ്റ്. എന്താണ്? ഫാബ്രിക്കിന്റെ വീതി വശത്തു കൂടെ പോകുന്ന, അല്ലെങ്കിൽ ക്രോസ് വൈസ് ഡയറക്ഷനിൽ പോകുന്ന യാണാണ് വെഫ്റ്റ് യാൺ എന്ന് പറയുന്നത്. വെഫ്റ്റ് യാണിന് വാർപ്പ് യാണിനെ അപേക്ഷിച്ച് സാധാരണയായിട്ട് കുറഞ്ഞ ട്വിസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? വെഫ്റ്റ് യാൺ വാർപ്പ് യാണിനെ പോലെ വലിയ ടെൻഷൻ നേരിടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കൂടാതെ കുറഞ്ഞ ട്വിസ്റ്റുള്ള യാണ് സാധാരണയായിട്ട് സോഫ്റ്റ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹാൻഡിലായിരിക്കും. സോ അതുകൊണ്ടാണ് വെഫ്റ്റ് യാണ് വാർപ്പ് യാണിനെ കമ്പയർ ചെയ്യുമ്പോൾ റിലേറ്റീവ്ലി ലോ ട്വിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. 559 ക്വസ്റ്റ്യൻ. ഫാബ്രിക് ഡെൻസിറ്റി അളക്കുന്നത് എന്താണ്? എൻസ് ആൻഡ് പിക്സ് പെർ ഇഞ്ച്. വീവിങ്ങിലെ ഫാബ്രിക് കൺസ്ട്രക്ഷൻ ഭാഗത്ത് വരുന്നൊരു ടെർമിനോളജീസ് ആണിത്. ഫാബ്രിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത ഫാബ്രിക് ഏരിയയിൽ എത്ര വാർപ്പ് യാൺസും വെഫ്റ്റ് യാൺസും ഉണ്ടെന്ന് കണക്കാക്കുന്നതാണ് ഫാബ്രിക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സാധാരണ ഇത്
പെർ ഇഞ്ച്, അതായത് എൻസ് പെർ ഇഞ്ച് പറഞ്ഞാൽ വാർപ്പ് യാണിന്റെ ഡെൻസിറ്റി EPI, പിക്സ് പെർ ഇഞ്ച് എന്ന് പറഞ്ഞാൽ വെഫ്റ്റ് യാണിന്റെ ഡെൻസിറ്റി PPI. അതുകൊണ്ട് ഫാബ്രിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എൻസ് പെർ ഇഞ്ച് പ്ലസ് പിക്സ് പെർ ഇഞ്ച്, രണ്ടിന്റെയും കണക്കാണ് അല്ലേ. എൻസ് എന്ന് പറയുന്നത് എന്താണ്? ഫാബ്രിക്കിന്റെ ലെങ്ത് വൈസ് ഡയറക്ഷനിലുള്ള വാർപ്പ് യാൻസിനെയാണ് എൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് EPI എന്ന് പറഞ്ഞാൽ എൻസ് പെർ ഇഞ്ച്, വാർപ്പ് ഡെൻസിറ്റി. പിക്സ് എന്താണ്? പിക്സ് എന്ന് പറയുന്നത് ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വൈസ് ഡയറക്ഷനിലുള്ള വെഫ്റ്റ് ഇൻസേർഷൻസിനെയാണ് പറയുന്നത്. പിക്കിംഗ് ചെയ്യുമ്പോൾ ഏത് യാണാണ് പോകുന്നത്? വെഫ്റ്റ്. അപ്പൊ വെഫ്റ്റ് ഇൻസേർഷൻസ് യാണാണ് പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ PPI എന്ന് പറഞ്ഞാൽ എന്താണ്? വെഫ്റ്റ് ഡെൻസിറ്റി, അതായത് പിക്സ് പെർ ഇഞ്ച്. ഇപ്പൊ 60 എൻസും 50 പിക്സും ആണ് 1 ഇഞ്ച് ഉള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ? 60 EPI ഇൻറ്റു 50 PPI. അടുത്ത ക്വസ്റ്റ്യൻ 560. പ്ലെയിൻ വീവിൽ ഇന്റർലൈസ്മെന്റ് എങ്ങനെയാണ്? പ്ലെയിൻ വീവിൽ ഇന്റർലൈസ്മെന്റ് എങ്ങനെയാണ്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 അപ്പ് 1 ഡൗൺ. ഒരു വാർപ്പിയാണിന്റെ മുകളിലൂടെയും ഒരു വെഫ്റ്റ് യാണിന്റെ താഴെ, ഇങ്ങനെ വാർപ്പിയാണ് മുകളിലൂടെയും താഴെയുടെയും വെഫ്റ്റ് യാണിനെ ഒന്നിടവിട്ട് കടന്നു പോകുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വീവിംഗ് സ്ട്രക്ചർ ആണ് പ്ലെയിൻ വീവ് എന്ന് പറയുന്നത്. ഒരു വെഫ്റ്റിന്റെ മുകളിൽ അടുത്ത വെഫ്റ്റിന്റെ താഴെ, വീണ്ടും മുകളിൽ വീണ്ടും താഴെ, അങ്ങനെയാണ് പോകുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 561. ട്വിൽ വീവിന്റെ പ്രത്യേകത എന്താണ്? ട്വിൽ വീവിന്റെ പ്രത്യേകത എന്താണ്? ഡയഗണൽ ലൈൻസ്. ഡയഗണൽ ലൈൻസ് ആണ് ട്വിൽ വീവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്? പ്ലെയിൻ വീവ് എന്ന് പറഞ്ഞാൽ 1 അപ്പ് 1 ഡൗൺ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ട്വിൽ വീവിൽ എന്താണ്? ട്വിൽ വീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫാബ്രിക് സർഫേസിൽ കാണുന്ന ഡയഗണൽ ലൈൻസ് അല്ലെങ്കിൽ ഡയഗണൽ റിബ്സ് എന്ന് പറയുന്നത്. അപ്പൊ ട്വിൽ വീവ് ഈക്വൽ ടു എന്താണ്? ഡയഗണൽ ലൈൻസ് ഉള്ളത്. അപ്പൊ ഈ ഡയഗണൽ ലൈൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? വാർപ്പും വെഫ്റ്റും തമ്മിലുള്ള ഇന്റർലേസ്മെന്റ് ഒരു റെഗുലർ സ്റ്റെപ്പ് ലൈക്ക് പ്രോഗ്രഷൻ ആയിട്ട് അത് മാറുന്നതിനാണ്, അതായത് സർഫേസ് ഡയഗണൽ എഫക്ട് നൽകുന്നത്. ഉദാഹരണത്തിന് 2/1, 2/1 12, 2/2 12, 3/1 12 എന്നിങ്ങനെ പല ട്വിൽ കൺസ്ട്രക്ഷൻ ഉണ്ട്. ട്വിൽ ഫാബ്രിക്കിന്റെ ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്താണ്? ട്വിൽ വീവ് സാധാരണയായിട്ട് ഡയഗണൽ അപ്പിയറൻസ് നൽകുന്നു. അതുപോലെ തന്നെ പ്ലെയിൻ വീവിനേക്കാൾ ഇന്റർലേസ്മെന്റ്സ് ഉള്ളതുകൊണ്ട്, ലെസ് ഇന്റർലേസ്മെന്റ്സ് ഉള്ളതിനാലാണ് ഫ്ലെക്സിബിൾ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ട്വിൽ വീവ് നല്ല ഡ്യൂറബിലിറ്റി ആണ്. ഡെനിം ഒരു ഫേമസ് ആയിട്ടുള്ള ട്വിൽ ഫാബ്രിക് ആണ്. ഏതൊക്കെയാണ് ഇതിന്റെ ഡയഗണൽ എഫക്ട് ഉണ്ടാക്കുന്നതിനുള്ളത്? ഇന്റർലേസ്മെന്റിന്റെ ഏതൊക്കെയാണ്? 2/1 12, 2/2 12, 3/1 12. അടുത്ത ക്വസ്റ്റ്യൻ 562. സാറ്റിൻ വീവിൽ സർഫേസ് എന്താണ്? സാറ്റിൻ വീവിന്റെ സർഫേസ് എന്താണ്? സ്മൂത്ത് ആണ് അല്ലെ. ബേസിക് വീവ്സിൽ സാറ്റിൻ വീവ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? സ്മൂത്തും ലസ്ചറസ് സർഫേസും ആണ് സാറ്റിന്റെ. കാരണം എന്താണ്? സാറ്റിൻ വീവിൽ ലോങ് ഫ്ലോട്ട്സ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അതായത് വാർപ്പ് അല്ലെങ്കിൽ വെഫ്റ്റി ആണ് പല യാൺസിന്റെ മുകളിലൂടെയോ താഴെത്തൂടെയോ നീളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? യാൺ സർഫേസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 563. നിറ്റഡ് ഫാബ്രിക്കിൽ സ്ട്രെച്ച് കൂടുതലാവാൻ കാരണം എന്താണ്? നിറ്റഡ് ഫാബ്രിക്കിൽ എന്ന നിറ്റിംഗ് യാണിലെ ഇന്റർലോക്കിംഗ് ലൂപ്സായി രൂപപ്പെടുത്തിയാണ് ഫാബ്രിക് നിർമ്മിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഈ ലൂപ്പിംഗ് ആണ് അവിടെ. ഈ ലൂപ്പ് സ്ട്രക്ചറിന് യാണിന് മൂവ്മെന്റ് ചെയ്യാനും ഷേപ്പ് മാറാനും കഴിയുന്നത് കൊണ്ട് തന്നെ നിറ്റഡ് ഫാബ്രിക്കിന് വൂവൻ ഫാബ്രിക്കിനേക്കാൾ സാധാരണ കൂടുതലായിട്ടുള്ള സ്ട്രെച്ച് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഈ ലൂപ്സ് ഉള്ളത് കൊണ്ട് മൂവ്മെന്റ്സിനും ഷേപ്പ് മാറാനും കഴിവുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സ്ട്രെച്ചബിൾ ആവാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 564. ഫാബ്രിക് പില്ലിംഗ് ഉണ്ടാവുന്നത് എന്താണ് കാരണം? നമ്മൾ നേരത്തെ പില്ലിംഗ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫാബ്രിക് പില്ലിംഗ് ഉണ്ടാവുന്നതിന് കാരണം എന്താണ്? ലൂസ് ഫൈബേഴ്സ് ആണ്. അതായത് ഫാബ്രിക്കിന്റെ സർഫേസിൽ ഉപയോഗിക്കുമ്പോഴോ അല്ലെ റബ്ബിംഗ് ഉണ്ടാവുമ്പോഴോ ചെറിയ ഫാബ്രിക് ബോൾസ് അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ പോലെ രൂപപ്പെടുന്ന ഫിനോമിനനെയാണ് നമ്മൾ പില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പില്ലിംഗ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഫാബ്രിക് സർഫേസിൽ ചില ലൂസ് അല്ലെങ്കിൽ പ്രൊട്രൂഡിംഗ് ആയിട്ടുള്ള ഫൈബേഴ്സ് പുറത്തേക്ക് വരും. ഗാർമെന്റ് ഉപയോഗിക്കുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ഫൈബേഴ്സ് തമ്മിൽ എൻടാങ്കിൾ ചെയ്ത് ചെറിയ ചെറിയ ബോൾസ് രൂപപ്പെടുന്നു. അങ്ങനെയാണ് പിൽസ് ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും വലിയ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. 565. ബ്ലീച്ചിങ്ങിൽ പ്രധാന ലക്ഷ്യം എന്താണ്? ബ്ലീച്ചിങ്ങിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വൈറ്റനിങ് ആണ്. ഒരുപാട് ഓപ്ഷൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. കോട്ടൺ പോലെയുള്ള ഫൈബേഴ്സ് അല്ലെങ്കിൽ ഫാബ്രിക്സിൽ സ്വാഭാവികമായി കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ള കളറിംഗ് മാറ്റർ നീക്കം ചെയ്ത് ഫാബ്രിക്കിന് കൂടുതൽ വൈറ്റ്നെസ് നൽകുന്ന കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ബ്ലീച്ചിങ് എന്ന് പറയുന്നത്.
ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഡൈ അഫിനിറ്റി, ഡൈ അല്ലെങ്കിൽ പ്രിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ഫാബ്രിക് കൂടുതലായിട്ട് ഈ പ്രിൻറ്റിങ് പേസ്റ്റോ ഡൈയിങ് മെറ്റീരിയലോ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കൂടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 566 ഡീസൈസിങ് പ്രോസസ്സിൽ എന്താണ് നീക്കം ചെയ്യുന്നത്? ഡീസൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈസ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡീസൈസിങ് എന്താണ്? വീവിങ്ങിന് മുമ്പ് വാർപ്പ് യാർഡിന് കൂടുതൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ അബ്രാഷൻ റെസിസ്റ്റൻസ് എന്നിവ നൽകുന്നതിന് നമ്മൾ സൈസ് മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? ഈ സൈസിങ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? സ്റ്റാർച്ച്, PVA, CMC തുടങ്ങിയവയാണ്. വീവിങ് കഴിഞ്ഞ് ഫാബ്രിക്കിൽ അവശേഷിക്കുന്ന ഈ സൈസ് മെറ്റീരിയൽസ് നീക്കം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡീസൈസിങ്, അതായത് റിമൂവൽ ഓഫ് സൈസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഈ സൈസ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അബ്സോർബൻസി കുറയും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡൈയിങ്ങോ ബ്ലീച്ചിങ്ങോ ഒക്കെ ശരിയായി നടക്കാൻ തടസ്സമാകും. അപ്പോൾ കെമിക്കൽസ് ഫൈബറിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നത് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 567 എന്താണ്? സ്കൗറിങ്ങിൽ എന്താണ് നീക്കം ചെയ്യുന്നത്? നാച്ചുറൽ ഇംപ്യൂരിറ്റീസ് ആണ് അല്ലേ? നാച്ചുറൽ ഇംപ്യൂരിറ്റീസ് ആണ് സ്കൗറിങ്ങിൽ നീക്കം ചെയ്യുന്നത്. ഗ്രേ ഫാബ്രിക്കിലോ റോ കോട്ടണിലോ സ്വാഭാവികമായിട്ട് കാണുന്ന വാക്സ്, ഓയിൽ, ഗ്രീസ്, പെക്ടിൻ, ഡേർട്ട് തുടങ്ങിയ ഇംപ്യൂരിറ്റീസ് നീക്കം ചെയ്തിട്ട് ഫൈബറിന് കൂടുതൽ ക്ലീൻ ആൻഡ് അബ്സോർബൻ്റ് ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്കൗറിങ് എന്ന് പറയുന്നത്. കോട്ടൺ സ്കൗറിങ്ങിൽ സാധാരണയായി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? കോസ്റ്റിക് സോഡയാണ് ഉപയോഗിക്കുന്നത്. അതായത് NaOH, കോസ്റ്റിക് സോഡ പോലെയുള്ള ആൽക്കലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 568 കാർബണൈസേഷൻ പ്രോസസ് പ്രധാനമായും ഏത് ഫൈബറിനാണ് ചെയ്യുന്നത്? ഏത് ഫൈബറിനാണ്? വൂളിലാണ്. റിപ്പീറ്റഡ് ആയിട്ട് വന്ന് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? വൂൾ ഫ്ലീസിലും വൂൾ ഫാബ്രിക്കിലും വെജിറ്റബിൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുന്നതിന് നമ്മൾ റിമൂവ് ചെയ്യുന്നത്, അതായത് ഗ്രാസ്, സീഡ്സോ വെജിറ്റബിൾ മാറ്റേഴ്സോ ഉള്ളതിന് കെമിക്കൽ ട്രീറ്റ്മെന്റ് വഴി കാർബണൈസ് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കാർബണൈസേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വൂളിൽ കാർബണൈസേഷൻ നടത്തുന്നത്? വൂൾ ഒരു പ്രോട്ടീൻ ഫൈബറാണ്. വൂളിന് ഡൈല്യൂട്ട് ആസിഡ്സിനോട് നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ വെജിറ്റബിൾ മാറ്റേഴ്സ് ഒക്കെ എന്താണ്? സെല്ലുലോസിക് പോലെയുള്ള പ്ലാന്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ആസിഡ് ട്രീറ്റ്മെന്റിൽ ഇത് നശിക്കുകയോ ബ്രിട്ടിലാവുകയോ ചെയ്യും. വൂളിന് ഒരു കേടും പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ ആസിഡ് ട്രീറ്റ്മെന്റ് നൽകിയാണ് കാർബണൈസേഷൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 569 ഡൈയിങ് പ്രോസസ്സിൽ മോർഡന്റ് എന്ത് ചെയ്യുന്നു? മോർഡന്റ് എന്തിനാണ്? ഫിക്സ് ഡൈ അല്ലേ? മോർഡന്റ് എന്ന് പറയുന്നത് ഡൈയും ഫൈബറും തമ്മിൽ ഡൈനെ കൂടുതൽ ഫേമിലി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് മോർഡന്റ് എന്ന് പറയുന്നത്. മോർഡന്റ് എന്ന വാക്ക് തന്നെ ടു ബൈറ്റ്, അതായത് ഡൈ ഫാബ്രിക്കിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ചില ഡൈസിന് ഫൈബറുമായിട്ട് നേരിട്ട് നല്ല അഫിനിറ്റി ഉണ്ടാവില്ല. അപ്പോൾ മോർഡന്റ് ഉപയോഗിച്ച് ഡൈയും ഫൈബറും തമ്മിൽ ഒരു സ്ട്രോങ്ങർ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ആലം എന്ന് പറയുന്നത്, ആലം ഒരു കോമൺ മോർഡന്റിന്റെ ഉദാഹരണമാണ്. ആലം എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ളൊരു മോർഡന്റിന്റെ ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 570 പ്രിന്റിംഗ് പേസ്റ്റിൽ തിക്കനറിന്റെ ജോലി എന്താണ്? തിക്കനറിന്റെ ജോലി എന്താണ്? വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ. അത് പ്രിന്റിംഗ് പേസ്റ്റിൽ ഡൈ അല്ലെങ്കിൽ പിഗ്മെന്റ് വളരെ ലിക്വിഡ് ആയാൽ അത് ഫാബ്രിക്കിൽ പരന്നു പോകാൻ, സ്പ്രെഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഡിസൈനിന്റെ ഔട്ട്ലൈൻ വ്യക്തമായി നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ പ്രിന്റിംഗ് പേസ്റ്റിന് ആവശ്യമായ തിക്നെസ്, അത് കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി കൊടുക്കാനായിട്ട് തിക്നെസ് അല്ലെങ്കിൽ വിസ്കോസിറ്റി നൽകുന്ന സബ്സ്റ്റൻസ് ആണ് തിക്കനർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 571 ഹീറ്റ് സെറ്റിംഗ് പ്രോസസ്സ് ഏത് ഫൈബറിന് പ്രധാനമാണ്? ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. തെർമോപ്ലാസ്റ്റിക് ഫൈബേഴ്സ്, ചൂടുപയോഗിച്ച് തെർമോപ്ലാസ്റ്റിക് ഫൈബേഴ്സിന്റെ ഷേപ്പ്, സൈസ്, ഡയമെൻഷൻസ് എന്നിവ നമുക്ക് സ്ഥിരപ്പെടുത്തുന്ന ഫിനിഷിംഗ് പ്രോസസ്സാണ് ഹീറ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത്. തെർമോപ്ലാസ്റ്റിക് ഫൈബേഴ്സിന് ഹീറ്റ് നൽകുമ്പോൾ അവ സോഫ്റ്റൻ ആവുകയും അതുപോലെ തന്നെ ആവശ്യമായ ഷേപ്പിലേക്ക് കൊണ്ടുവന്ന ശേഷം നമുക്ക് കൂളിംഗ് ചെയ്ത് വീണ്ടും ആ പഴയ ഷേപ്പ് സ്ഥിരമായി, അല്ലെങ്കിൽ ആ പുതുതായി ഉണ്ടാക്കിയ ഷേപ്പ് നമുക്ക് സ്ഥിരമായി നിലനിർത്താനും കഴിയും. ഫാബ്രിക്സിന്റെ ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി മെച്ചപ്പെടുത്താൻ, അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഷ്രിങ്കേജ് കുറയ്ക്കാൻ, ഷേപ്പ് സ്ഥിരപ്പെടുത്താൻ, ക്രീസ്, റിങ്കിൾ കൺട്രോൾ ചെയ്യാൻ, സിന്തറ്റിക് ഫൈബേഴ്സിന്റെ അപ്പിയറൻസ് മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഹീറ്റ് സെറ്റിംഗ് ചെയ്യുന്നത്. ഏതാണ്? പോളിസ്റ്റർ, നൈലോൺ, അക്രിലിക് പോലെയുള്ള തെർമോപ്ലാസ്റ്റിക് ഫൈബേഴ്സിലാണ് ഹീറ്റ് സെറ്റിംഗ് വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ 572. വാട്ടർ പ്രൂഫ് ഫിനിഷ് നൽകുന്നത് എന്തിന്? വാട്ടർ പ്രൂഫ് ഫിനിഷ് നൽകുന്നത് എന്തിനാണ്? വാട്ടർ റെസിസ്റ്റൻസ്. അതായത് ഫാബ്രിക്കിലേക്ക് വെള്ളം പെനിട്രേറ്റ് ചെയ്യുന്നത് തടയുകയോ അല്ലെങ്കിൽ വളരെ ശക്തമായി കുറയ്ക്കുകയോ ചെയ്യുന്ന ഫിനിഷാണ് വാട്ടർ പ്രൂഫ് ഫിനിഷ് എന്ന് പറയുന്നത്. ഈ ഫിനിഷ് നൽകിയ ഫാബ്രിക്കിൽ വെള്ളം എളുപ്പത്തിൽ അകത്തേക്ക് കയറില്ല. അതായത് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റെയിൻ വെയർ, റെയിൻ കോട്ട്സ്, ഔട്ട്ഡോർ ഗാർമെന്റ്സ്, പ്രൊട്ടക്റ്റീവ് കവേഴ്സ്, അതുപോലെ ചില ടെൻസ് തുടങ്ങിയവയിലൊക്കെയാണ് നമ്മൾ ഈ ഫിനിഷ് ചെയ്യുന്നത്. വാട്ടർ റെസിസ്റ്റൻസ് എന്നത് വെള്ളം പെനട്രേറ്റ് ചെയ്യുന്നതിന് റെസിസ്റ്റ് ചെയ്യുന്നു എന്നതാണ്. വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത് കൂടുതൽ ശക്തിയായിട്ട് വാട്ടറിനുള്ളൊരു ബാരിയർ, ഒരു പ്രൊട്ടക്ഷൻ നൽകുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 573. ക്രീസ് റെസിസ്റ്റൻസ് ഫിനിഷ് എന്ത് നൽകുന്നു? ക്രീസ് റെസിസ്റ്റൻസ് ഫിനിഷ് എന്താണ് നൽകുന്നത്? റിങ്കിൾ റെസിസ്റ്റൻസ് ആണ്. അതായത് ഫാബ്രിക് മടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ പ്രഷർ ലഭിക്കുമ്പോഴോ ഉണ്ടാവുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോൾഡ് അല്ലെങ്കിൽ ആണ് റിങ്കിളാണ് ഈ ക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അൺവാണ്ടഡ് റിങ്കിൾസ് ഉണ്ടാകുന്നത് കുറയ്ക്കുന്ന ഒരു സ്പെഷ്യൽ ഫിനിഷാണ് ക്രീസ് റെസിസ്റ്റൻറ്റ് ഫിനിഷ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാന ഗുണം എന്താണ്? എളുപ്പത്തിൽ ചുളിയില്ല, ഉപയോഗിച്ച ശേഷം നീറ്റ് അപ്പിയറൻസ് തന്നെ നിലനിർത്തും, അയണിങ് ആവശ്യം കുറയ്ക്കും, അതായത് ഒരുപാട് അയൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഗാർമെൻറ്റ് അതുപോലെ നല്ല അപ്പിയറൻസ് നൽകും. ഇതുകൊണ്ട് തന്നെ ഷർട്ട്സ്, ട്രൗസേഴ്സ്, യൂണിഫോംസ് തുടങ്ങിയ ഗാർമെൻറ്റ്സിലൊക്കെ ക്രീസ് റെസിസ്റ്റൻറ്റ് ഫിനിഷ് സാധാരണയായിട്ട് നൽകാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 574. ടെക്സ്റ്റൈൽ റീസൈക്ലിങ്ങിൽ റീയൂസ്ഡ് ഫൈബർ എന്താണ്? ടെക്സ്റ്റൈൽ റീസൈക്ലിങ്ങിൽ റീയൂസ്ഡ് ഫൈബർ എന്താണ്? റിക്കവേർഡ് ഫൈബർ ആണ്. അതായത് ഉപയോഗിച്ച ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ വേസ്റ്റ്, ഗാർമെന്റ് കട്ടിംഗ് വേസ്റ്റ് തുടങ്ങിയവയിൽ നിന്നും ഫൈബേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് വീണ്ടും റിക്കവർ ചെയ്ത് ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ടെക്സ്റ്റൈൽ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ റീസൈക്ലിംഗ് വഴി ലഭിക്കുന്ന ഫൈബറിനെ നമ്മൾ റിക്കവേർഡ് ഫൈബർ എന്നാണ് വിളിക്കുന്നത്. വിർജിൻ ഫൈബർ എന്താണ്? വിർജിൻ ഫൈബർ എന്ന് പറയുന്നത് മുമ്പ് ഉപയോഗിക്കാത്ത ന്യൂലി പ്രൊഡ്യൂസ്ഡ് ആയ ഫൈബറിനെയാണ് നമ്മൾ വിർജിൻ ഫൈബർ എന്ന് പറയുന്നത്. റിക്കവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 574. ടെക്സ്റ്റൈൽ റീസൈക്ലിങ്ങിൽ റീയൂസ്ഡ് ഫൈബർ ഏതാണ്? ടെക്സ്റ്റൈൽ റീസൈക്ലിങ്ങിൽ റീയൂസ്ഡ് ഫൈബർ എന്താണ് റീയൂസ്ഡ് ഫൈബർ? റിക്കവേർഡ് ഫൈബർ അല്ലേ? റിക്കവേർഡ് ഫൈബർ അതായത് ഉപയോഗിച്ച ടെക്സ്റ്റൈൽ വേസ്റ്റ്, ഗാർമെന്റ് കട്ടിംഗ് വേസ്റ്റ് തുടങ്ങിയവയിൽ നിന്ന് ഫൈബേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് വീണ്ടും റിക്കവർ ചെയ്ത് ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടെക്സ്റ്റൈൽ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ റീസൈക്ലിംഗ് വഴി ലഭിക്കുന്ന ഫൈബറിനെ നമ്മൾ റിക്കവേർഡ് ഫൈബർ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഓപ്ഷൻസിൽ വിർജിൻ ഫൈബർ നോക്കാം. വിർജിൻ ഫൈബറും റിക്കവേർഡ് ഫൈബറും തമ്മിലുള്ള വ്യത്യാസം. അത് വിർജിൻ ഫൈബർ എന്ന് പറയുന്നത്, വിർജിൻ ഫൈബർ എന്നാൽ മുമ്പ് ഉപയോഗിക്കാത്ത ന്യൂലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള പുതുതായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈബറിനെയാണ് നമ്മൾ വിർജിൻ ഫൈബർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റോ മെറ്റീരിയലിൽ നിന്ന് നിർമ്മിച്ച ഫൈബർ, നോർമലി നമ്മളൊരു റോ മെറ്റീരിയലിൽ നിന്ന് നിർമ്മിക്കുന്ന ഫൈബറിനെയാണ് നമ്മൾ വിർജിൻ ഫൈബർ എന്ന് പറയുന്നത്. അതേസമയം ഉപയോഗിച്ച ടെക്സ്റ്റൈൽസും ടെക്സ്റ്റൈൽ വേസ്റ്റും ഗാർമെന്റ് കട്ടിംഗ് വേസ്റ്റും ഉപയോഗിച്ച് നമ്മൾ വീണ്ടും റിക്കവർ ചെയ്തുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിക്കവേർഡ് ഫൈബർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 575. സസ്റ്റൈനബിൾ ടെക്സ്റ്റൈൽ എന്നത് എന്താണ്? എന്താണ് എക്കോ ഫ്രണ്ട്ലി ടെക്സ്റ്റൈലിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് പരിസ്ഥിതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും വീണ്ടും ഉപയോഗിക്കുകയോ റീസൈക്കിൾ ചെയ്യുകയോ ചെയ്യാവുന്ന ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ് ആണ് സസ്റ്റൈനബിൾ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? പ്രകൃതിയെയും അതുപോലെ പ്രകൃതിയിലുള്ള വിഭവങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അല്ലെങ്കിൽ ഉപയോഗിക്കുകയും വീണ്ടും ഉപയോഗിക്കുകയോ റീസൈക്കിൾ ചെയ്യുകയോ ചെയ്യാവുന്ന ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ് ആണ് സസ്റ്റൈനബിൾ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വാട്ടർ കൺസംഷൻ കുറയ്ക്കുക, എനർജി കൺസംഷൻ കുറയ്ക്കുക, കെമിക്കൽ പൊല്യൂഷൻ കുറയ്ക്കുക, വേസ്റ്റ് കുറയ്ക്കുക, അങ്ങനെയുള്ള എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള ടെക്സ്റ്റൈൽസ്. അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റൈൽ വില കുറഞ്ഞതാണെന്ന് മാത്രം കൊണ്ട് സസ്റ്റൈനബിൾ ആയിട്ടല്ല പറഞ്ഞത്. വില കുറഞ്ഞ ടെക്സ്റ്റൈൽ എന്നുള്ള അർത്ഥമല്ല, അതിൻ്റെ എൻറ്റയർ ലൈഫ് സൈക്കിളിൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് സസ്റ്റൈനബിൾ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. കാരണം ഓപ്ഷൻസിൽ ചീപ്പ് ടെക്സ്റ്റൈൽ എന്നൊക്കെ വരുന്നില്ല. ചീപ്പ് ടെക്സ്റ്റൈൽ അങ്ങനെ വില കുറഞ്ഞ ടെക്സ്റ്റൈൽ എന്നുള്ള രീതിയിലല്ല നമ്മൾ അതിനെ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 576. പോളി അമൈഡ് ഫൈബർ എന്നത് എന്താണ്? നൈലോൺ ആണ്. പോളി അമൈഡ് എന്ന് പറയുന്നത് പോളിമർ ചെയിനിൽ അമൈഡ് ഗ്രൂപ്പ്സ് ഉള്ള സിന്തറ്റിക് പോളിമർ ആണ്. പോളിമർ ചെയിനിൽ
പോളിമർ ചെയിനിൽ അമൈഡ് ഗ്രൂപ്പ്സ് ഉള്ള സിന്തറ്റിക് പോളിമർ ആണ് പോളി അമൈഡ് എന്ന് പറയുന്നത്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിയമൈഡ് ഫൈബർ ഏതാണ്? നൈലോൺ ആണ്. നൈലോണിൻ്റെ പ്രധാന ടൈപ്സ് ഏതൊക്കെയാണ്? നൈലോൺ 6ഉം നൈലോൺ 66ഉമാണ് നൈലോണിൻ്റെ പ്രധാന ടൈപ്സ് എന്ന് പറയുന്നത്. ഇവ രണ്ടും പോളിയമൈഡ് ഫൈബേഴ്സ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. നൈലോൺ നമ്മൾ പോളിയമൈഡ് എന്ന് പറഞ്ഞു. പോളിസ്റ്റർ എന്താണ്? പോളി എസ്റ്റർ ആണ്. അക്രിലിക് എന്ന് പറയുന്നത് അക്രൈലോ നൈട്രൈൽ ആണ്. അക്രിലിക് എന്ന് പറയുന്നത് പോളി അക്രൈലോ നൈട്രൈൽ ആണ്. റയോൺ എന്ന് പറയുന്നത് റീജനറേറ്റഡ് സെല്ലുലോസ് ആണ്. പോളിസ്റ്റർ എന്ന് പറയുന്നത് പോളി എസ്റ്റർ ആണ്. നൈലോൺ എന്താണ്? പോളി അമൈഡ് ആണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 577. റയോൺ ഫൈബർ അറിയപ്പെടുന്നത് എന്തായിട്ട്? അത് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റയോൺ ഫൈബർ എന്ന് പറഞ്ഞാൽ സെമി സിന്തറ്റിക് ഫൈബർ ആണ്. സെമി സിന്തറ്റിക്, പകുതി സിന്തറ്റിക് ആണ് അല്ലേ. അതായത് അതിൻ്റെ റോ മെറ്റീരിയൽ, അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്താണ്? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വുഡ് പൾപ്പ്, നാച്ചുറൽ സെല്ലുലോസ് ആണ്. നമ്മൾ പിന്നെ കെമിക്കൽ പ്രോസസ്സിങ് നടത്തി ഫൈബർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പകുതി നാച്ചുറലും പകുതി സിന്തറ്റിക്കുമാണ്. സോ അതുകൊണ്ടാണ് അതിനെ സെമി സിന്തറ്റിക് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 578. സ്പാൻഡെക്സ് ഫൈബറിൻ്റെ പ്രധാന ഗുണം എന്താണ്? സ്പാൻഡെക്സ് ഫൈബറിൻ്റെ പ്രധാന ഗുണം എന്താണ്? എലാസ്റ്റിസിറ്റി ആണ്. സ്പാൻഡെക്സ് ഒരു ഹൈലി എലാസ്റ്റിക് സിന്തറ്റിക് ഫൈബർ ആണ്. ചെറിയ അളവിൽ പോലും ഗാർമെൻറ്റിന് വളരെ നല്ല സ്ട്രെച്ച് നൽകാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു ഫൈബറാണ്. അതുപോലെ തന്നെ സ്പാൻഡെക്സിനെ ചില രാജ്യങ്ങളിൽ നമ്മൾ എലാസ്റ്റെയിൻ എന്നും വിളിക്കുന്നു. എന്താണ് സ്പാൻഡെക്സിൻ്റെ വേറൊരു പേരെന്താണ്? എലാസ്റ്റെയിൻ എന്നും വിളിക്കുന്നുണ്ട്. സ്പോർട്സ് വെയർ, സ്വിം വെയർ, സ്ട്രെച്ച് ജീൻസ്, ഡാൻസ് വെയർ, സ്ട്രെച്ച് ഗാർമെൻറ്റ്സ്, അതുപോലെ തന്നെ മറ്റൊരു ഫൈബറുമായി ചെറിയ പെർസെൻറ്റേജ് സ്പാൻഡെക്സ് ബ്ലെൻഡ് ചെയ്താലും നമുക്ക് ഫാബ്രിക്കിന് നല്ല സ്ട്രെച്ച് ആൻഡ് റിക്കവറി ലഭിക്കുന്ന ഒരു ഫൈബറാണ് സ്പാൻഡെക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈബർ അല്ലെങ്കിൽ ഫാബ്രിക് സ്ട്രെച്ച് ചെയ്ത ശേഷം ഒറിജിനൽ ലെങ്ത്തിലേക്ക് തിരിച്ചു വരാനുള്ള കഴിവിനെയാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സ്പാൻഡെക്സിൻ്റെ ഏറ്റവും പ്രധാന പ്രോപ്പർട്ടിയാണ് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജൂട്ട് ഫൈബർ ഏത് കാറ്റഗറിയിൽ പെടുന്നു? ജൂട്ട് ഫൈബർ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ബാസ്റ്റ് ഫൈബർ. എന്താണ് ബാസ്റ്റ് ഫൈബർ? നമുക്ക് എല്ലാവർക്കും അറിയാം. സസ്യങ്ങളുടെ സ്റ്റെം അല്ലെങ്കിൽ ബാർക്കിൻ്റെ ഫ്ലോയം അല്ലെങ്കിൽ ബാസ്റ്റ് റീജിയണിൽ നിന്ന് ലഭിക്കുന്ന ഫൈബേഴ്സ് ആണ് ബാസ്റ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ സ്റ്റെം അല്ലെങ്കിൽ ബാർക്കിൻ്റെ ഫ്ലോയം ഓർ ബാസ്റ്റ് റീജിയണിൽ നിന്ന് ലഭിക്കുന്ന ഫൈബേഴ്സിനെയാണ് നമ്മൾ ബാസ്റ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ജൂട്ട് ഫൈബർ സാധാരണയായിട്ട് ജൂട്ട് പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 580. സിൽക്ക് ഫൈബർ ഏത് സോഴ്സിൽ നിന്നാണ് ലഭിക്കുന്നത്? ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. സിൽക്ക് ഏതിൽ നിന്നാണ്? ഓപ്ഷൻസിലെ അനിമൽ സോഴ്സിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അനിമൽ ഫൈബർ ആണ് സിൽക്ക്. നാച്ചുറൽ പ്രോട്ടീൻ ഫൈബർ ആണ്. സിൽക്ക് വർമിൻ്റെ കൊക്കോണിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. സിൽക്കിൻ്റെ പ്രധാന പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? സിൽക്ക് നമുക്കൊരു ഫിലമെൻ്റായി നാച്ചുറലി ഫിലമെൻ്റ് യാണായിട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ പ്രധാന പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ഫൈബ്രോണിനും സെറിസിനും. ഫൈബ്രോണിൻ എന്താണ്? സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ്. സെറിസിൻ എന്ന് പറയുന്നത് ഗം ലൈക്ക് പ്രോട്ടീൻ ആണ്, പ്രൊട്ടക്റ്റീവ് ഗം ലൈക്ക് പ്രോട്ടീൻ ആണ്. സെറിസിൻ നീക്കം ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താണ്? ഡീഗമ്മിങ് പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 581. യാൺ ഫോർമേഷനിൽ ഫസ്റ്റ് പ്രോസസ്സ് ഏതാണ്? യാൺ ഫോർമേഷൻ, യാൺ പ്രൊഡക്ഷനിൽ എന്താണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്? കാർഡിംഗ് ആണ് അല്ലേ. കാർഡിംഗ് ആണ് സ്പിന്നിങ് പ്രോസസ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. യാൺ ഫോർമേഷനിലെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കാർഡിംഗ് ആണ്. കോട്ടൺ സ്പിന്നിങ്ങിൽ ഫൈബറിനെ യാൺ ആക്കുന്നതിനുള്ള പ്രിപ്പറേഷനിൽ കാർഡിങ്ങിൽ ഒരു അടിസ്ഥാനപരമായ ആദ്യ പ്രോസസ്സായിട്ടാണ് പറയുന്നത്. കാർഡിങ്ങിന് പ്രധാനമായിട്ടും 3 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഓപ്പണിംഗ്, ക്ലീനിങ്, രണ്ടാമത്തെ എന്താണ്? ഇൻഡിവിജ്വലൈസേഷൻ ആൻഡ് പാർഷ്യൽ പാരലൈസേഷൻ. അതായത് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഫൈബറിൻ്റെ ഫൈബർ ടഫ്സ് തുറക്കുന്ന പ്രോസസ്സാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ്. ഇൻഡിവിജ്വലൈസേഷൻ ആൻഡ് പാർഷ്യൽ പാരലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫൈബേഴ്സ് വേർതിരിച്ച് ക്രമീകരിക്കുന്ന പ്രോസസ്സാണ്. ഇത് മൂന്നും കാർഡിങ്ങിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. കാർഡിങ് കഴിഞ്ഞ് എന്താണ് നടക്കുന്നത്?
ജസ്റ്റ് നമുക്ക് ആ ഒരു സീക്വൻസ് ഓർത്ത് വെക്കാം സ്പിന്നിങ്ങിൻ്റെ. ബ്ലോ റൂം, കാർഡിങ്, ഡ്രോയിങ്, കോമ്പിങ്, റോവിങ്, സ്പിന്നിങ്. ഏതാണ്? ബ്ലോ റൂം, കാർഡിങ്, ഡ്രോയിങ്, കോമ്പിങ്, റോവിങ്, സ്പിന്നിങ്. കോമ്പിങ്ങിൽ കോമ്പിങ് എല്ലാ യാണുകൾക്കും നിർബന്ധമല്ല. കോംഡ് യാൺ നിർമ്മിക്കുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. കാർഡിങ് കഴിഞ്ഞ് ലഭിക്കുന്നത് കാർഡ് സ്ലിവറാണ്. പിന്നീട് ഡ്രോയിങ് വഴി സ്ലിവർ കൂടുതൽ യൂണിഫോം ആക്കുകയും പിന്നെ ഫൈബേഴ്സിനെ എങ്ങനെ പാരലൈസ് ചെയ്യുകയും ചെയ്യുന്നത്. കാർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീനിങ്, ഓപ്പണിങ്. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ പാരലൈസ് ചെയ്യുക, അതായത് മേക്കിംഗ് ഈവൻ ആക്കുക. കോമ്പിംഗ് എന്ന് പറഞ്ഞാൽ റിമൂവിങ് ഷോർട്ട് ഫൈബേഴ്സ് ആണ്. റോവിംഗ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ തിക്ക് സ്ട്രാൻഡ് ആക്കുകയാണ്. സ്പിന്നിങ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ആയിട്ടുള്ള യാണാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ 582. കാർഡിംഗ് മെഷീൻ്റെ ഫംഗ്ഷൻ എന്ത്? കാർഡിംഗ് മെഷീൻ്റെ ഫംഗ്ഷൻ എന്താണ്? ക്ലീനിങ് ആൻഡ് ഓപ്പണിംഗ് ഫൈബേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, കോട്ടൺ ഫൈബേഴ്സ് ബ്ലോ റൂമിൽ നിന്ന് കാർഡിംഗ് മെഷീനിലേക്ക് എത്തുമ്പോൾ അവ ചെറിയ ടഫ്റ്റായിട്ട് കിടക്കും. അവയെ ഇൻഡിവിജ്വൽ ഫൈബേഴ്സായി വേർതിരിക്കുകയും റിമൈനിങ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, അതിനകത്തുള്ള റിമൈനിങ് ഇമ്പ്യൂരിറ്റീസിനെ നീക്കം ചെയ്യുകയാണ് പ്രധാന പ്രോസസ്സ് കാർഡിങ്ങിലെ. അതുപോലെ തന്നെ എന്താണ്, കൂടാതെ ഫൈബേഴ്സിനെ കുറച്ചെങ്കിലും പാരലൽ ആക്കുകയും ചെയ്യുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 583. ലാബ് ഫോർമേഷൻ ഏത് മെഷീനിലാണ്? ലാബ് ഫോർമേഷൻ ഏത് മെഷീനിലാണ് ചെയ്യുന്നത്? സ്പിന്നിങ്ങിൻ്റെ തന്നെ ഒരു ഭാഗമാണല്ലേ ലാബ് ഫോർമേഷൻ. എന്താണ് ലാബ്? ബ്ലോ റൂമിൽ കോട്ടൺ ഫൈബേഴ്സിന് ഓപ്പണിംഗ്, ക്ലീനിങ്, ബ്ലെൻഡിങ് തുടങ്ങിയ പ്രോസസ്സിന് വിധേയമാക്കിയ ശേഷം ഫൈബേഴ്സിന് ഒരു യൂണിഫോം ഷീറ്റ് അല്ലെങ്കിൽ ബാറ്റ് രൂപത്തിൽ കോമ്പാക്ട് ചെയ്ത് തയ്യാറാക്കുന്നതിനെയാണ് ലാബ് ഫോർമേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ബ്ലോ റൂമിൽ കോട്ടൺ ഫൈബേഴ്സിന് ഓപ്പണിങ്, ക്ലീനിങ്, ബ്ലെൻഡിങ് തുടങ്ങിയ പ്രോസസ്സുകൾ ചെയ്തതിന് ശേഷം ഈ ഫൈബേഴ്സിനൊന്ന് യൂണിഫോം ഷീറ്റ് അല്ലെങ്കിൽ ഒരു യൂണിഫോം ഷീറ്റിൽ അല്ലെങ്കിൽ ബാറ്റ് രൂപത്തിലൊന്ന് കോമ്പാക്ട് ചെയ്ത് തയ്യാറാക്കുന്നതിനെയാണ് നമ്മൾ ലാബ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ലാബ് എന്താണ്? എ ഷീറ്റ് ഓർ ബാറ്റ് ഓഫ് ഫൈബേഴ്സ് പ്രിപ്പയർഡ് ഇൻ ദ ബ്ലോ റൂം. എ ഷീറ്റ് ഓർ ബാറ്റ് ഓഫ് ഫൈബേഴ്സ് പ്രിപ്പയർഡ് ഇൻ ദ ബ്ലോ റൂം. കോട്ടൺ സ്പിന്നിങ്ങിൽ ബ്ലോ റൂം ആണ് തുടക്കത്തിലെ പ്രധാന പ്രിപ്പറേഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഓപ്പണിങ്, ക്ലീനിങ്, ബ്ലെൻഡിങ്, ലാബ് ഫോർമേഷൻ ഒക്കെ ആണ് നടക്കുന്നത്. ശേഷം ഈ ലാബ് കാർഡിംഗ് മെഷീനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 584. സിംപ്ലക്സ് മെഷീൻ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. എന്താണ് സിംപ്ലക്സ് മെഷീൻ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്? എന്താണ് റോവിംഗ് ഫ്രെയിം. എന്താണ് സിംപ്ലക്സ് മെഷീൻ എന്ന് പറയുന്നത്? സിംപ്ലക്സ് മെഷീൻ എന്നത് റോവിംഗ് ഫ്രെയിമിൻ്റെ മറ്റൊരു പേരാണ്. സിംപ്ലക്സ് മെഷീൻ എന്ന് പറയുന്നത് റോവിംഗ് ഫ്രെയിമിൻ്റെ മറ്റൊരു പേരാണ്. ഇത് ഡ്രോയിങ് കഴിഞ്ഞ് ലഭിക്കുന്ന സ്ലിവറിനെ, സ്പിന്നിങ്ങിൽ ഡ്രോയിങ് കഴിഞ്ഞ് ലഭിക്കുന്ന സ്ലിവറിനെ ഡ്രാഫ്റ്റ് ചെയ്ത് ചെറിയ ട്വിസ്റ്റ് നൽകി റോവിംഗ് ആക്കി മാറ്റുന്ന മെഷീനാണ്. എന്താണ്? ഡ്രോയിങ് കഴിഞ്ഞ് ലഭിക്കുന്ന സ്ലിവറിനെ ചെറിയ ട്വിസ്റ്റ് നൽകി റോവിംഗ് ആക്കി മാറ്റുന്ന മെഷീനാണ് റോവിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പേരാണ് സിംപ്ലക്സ് മെഷീൻ എന്ന് പറയുന്നത്. സിംപ്ലക്സ് മെഷീനിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്: ഡ്രാഫ്റ്റിംഗ്, ട്വിസ്റ്റിംഗ്, വൈൻഡിങ്. ഡ്രാഫ്റ്റിംഗ് എന്താണ്? സ്ലിവറിൻ്റെ തിക്നെസ് കുറയ്ക്കുന്നു. ട്വിസ്റ്റിംഗ് റോവിങ്ങിന് ചെറിയ അളവിൽ വീണ്ടും ട്വിസ്റ്റ് നൽകുന്നു. വൈൻഡിങ് എന്നാണ് റോവിങ്ങിനെ ബോബിനിലേക്ക് വൈൻഡ് ചെയ്യുന്നു. ഈ 3 പ്രോസസ്സാണ് റോവിംഗ് ഫ്രെയിമിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഡ്രാഫ്റ്റിംഗ്, ട്വിസ്റ്റിംഗ്, വൈൻഡിങ്. സിംപ്ലക്സ് മെഷീൻ്റെ പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ്, ട്വിസ്റ്റിംഗ്, വൈൻഡിങ് ആണ്. ഡ്രാഫ്റ്റിങ്ങിൽ സ്ലിവറിനെ തിക്നെസ് കുറയ്ക്കുന്നു. ട്വിസ്റ്റിങ്ങിൽ റോവിങ്ങിന് ചെറിയ അളവിൽ ട്വിസ്റ്റ് നൽകുന്നു. വൈൻഡിങ്ങിൽ റോവിങ്ങിനെ ബോബിനിലേക്ക് വൈൻഡ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 585. ഡ്രാഫ്റ്റിംഗ് സിസ്റ്റമിൽ എന്ത് ചെയ്യുന്നു? ഡ്രാഫ്റ്റിങ്ങിൽ എന്താണ് ചെയ്യുന്നത്? റെഡ്യൂസിങ് തിക്നെസ്. എന്താണ്? ഒരു സ്ലിവർ അല്ലെങ്കിൽ റോവിങ്ങിനെ റോളേഴ്സിൻ്റെ സഹായത്തോട് കൂടെ കൂടുതൽ നീട്ടി അതിൻ്റെ ലീനിയർ ഡെൻസിറ്റി, അതായത് തിക്നെസ് കുറഞ്ഞിട്ട് നീളം കൂട്ടുന്ന രീതിയിൽ ഒരു സ്ലിവർ അല്ലെങ്കിൽ റോവിങ്ങിനെ റോളേഴ്സിൻ്റെ സഹായത്തോടു കൂടി കൂടുതൽ നീട്ടി അതിൻ്റെ ലീനിയർ ഡെൻസിറ്റി അഥവാ തിക്നെസ് കുറയ്ക്കുന്ന പ്രോസസ്സാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. തിക്നെസ് കുറച്ച് വീണ്ടും നൂല് ഫൈൻ ആക്കുന്ന പ്രോസസ്സ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു തിക്ക് ഫൈബർ സ്ട്രാൻഡിനെ കൂടുതൽ നീളമുള്ളതും ഫൈനറും ആയതായ സ്ട്രാൻഡാക്കി മാറ്റുകയാണ് ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അതായത് തടിയുള്ള അല്ലെങ്കിൽ വണ്ണമുള്ള ഒരു സ്ട്രാൻഡിനെ മെലിയിപ്പിക്കുക, അതായത് ട്വിസ്റ്റ് കൊടുത്ത് വീണ്ടും ചെറുതാക്കി മെലിയിപ്പിക്കുന്ന പ്രോസസ്സാണ് പറയുന്നത്. ഡ്രാഫ്റ്റിംഗ് സിസ്റ്റത്തിൽ സാധാരണയായിട്ട് പല പെയേഴ്സ് ഓഫ് റോളേഴ്സ് ഉണ്ടാകും. ബാക്ക് റോളേഴ്സ്, അതായത് ഫ്രണ്ട് റോളേഴ്സ് എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ഡിഫറൻസ് കാരണം ഫൈബേഴ്സ് മുന്നോട്ട് നീളുകയും സ്ട്രാൻഡ് എന്താവും തിന്നറാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്ക് റോളേഴ്സും ഫ്രണ്ട് റോളേഴ്സും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിന് രണ്ടിൻ്റെ സ്പീഡ് ഡിഫറൻസ് കാരണം ഫൈബേഴ്സ് മുന്നോട്ട് വളയുകയും സ്ട്രാൻഡ് തിന്നറാവുകയാണ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റിംഗ് കഴിയാൻ എന്താണ് അപ്പോൾ ഫൈബർ സ്ട്രാൻഡിൻ്റെ തിക്നെസ് കുറയ്ക്കുന്നു, ലെങ്ത് കൂടുന്നു, ഫൈബേഴ്സ് കൂടുതൽ പാരലൽ ആവുന്നു, ഫൈനൽ യാൺ കൗണ്ട് ഫൈനലായിട്ട് നമുക്ക് യാൺ കൗണ്ട് നേടാനായിട്ട് സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 586. യാൺ സ്ട്രെങ്ത് കൂടുതലാകുന്നത് എന്തുകൊണ്ട്? യാൺ സ്ട്രെങ്ത് കൂടുതലാവുന്നത് എന്തുകൊണ്ടാണ്? ഹൈ ട്വിസ്റ്റ് ഉള്ളത് കൊണ്ട്. യാൺ സ്ട്രെങ്ത് കൂടുതലാവുന്നത് എന്തുകൊണ്ടാണ്? ഹൈ ട്വിസ്റ്റ് ഉള്ളതുകൊണ്ട്. യാൺ നിർമ്മിക്കുന്ന സമയത്ത് ഫൈബേഴ്സിനെ തമ്മിൽ നമ്മൾ ചുറ്റിച്ചേർക്കുന്നതിനായിട്ട് നൽകുന്ന സ്പൈറൽ ടേൺസ് ആണ് ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ട്വിസ്റ്റ് കൂടുമ്പോൾ ഫൈബേഴ്സ് കൂടുതൽ കോമ്പാക്റ്റ് ആയിട്ട് പരസ്പരം പിടിച്ചു നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരു മോഡറേറ്റ് മുതൽ അല്ലെങ്കിൽ ഒപ്റ്റിമൽ ലെവൽ വരെ ട്വിസ്റ്റ് വർദ്ധിപ്പിക്കുമ്പോൾ യാൺ സ്ട്രെങ്ത് സാധാരണയായിട്ട് വർദ്ധിക്കും. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു ഒപ്റ്റിമൽ ലെവൽ വരെ നമ്മൾ എത്രത്തോളം ഹൈ ട്വിസ്റ്റ് കൊടുക്കുന്നു അത്രയും യാണിൻ്റെ സ്ട്രെങ്ത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 587. ഫാബ്രിക് ഹാൻഡിൽ എന്നത് എന്താണ്? ഫാബ്രിക് ഹാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഫീൽ ഓഫ് ഫാബ്രിക്. ഒരു ഫാബ്രിക്കിനെ കൈകൊണ്ട് തൊടുമ്പോഴും പിടിക്കുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ഓവറോൾ ഫീലിങ്ങിനാണ് ഫാബ്രിക് ഹാൻഡിൽ എന്ന് പറയുന്നത്. അതായത് സോഫ്റ്റ് ആണോ, സ്റ്റിഫ് ആണോ, സ്മൂത്ത് ആണോ, ക്രിസ്പ് ആണോ, അല്ലെങ്കിൽ റഫ് ആണോ എന്നൊക്കെ പറയില്ലേ, എന്നിവ നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നതിനാണ് ഫാബ്രിക് ഹാൻഡിൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 588. GSM ഫുൾ ഫോം എന്താണ്? GSM നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. GSM എന്താണ്? ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ. ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ, അതായത് ഒരു സ്ക്വയർ മീറ്റർ ഫാബ്രിക്കിൻ്റെ വെയിറ്റ് എത്ര ഗ്രാംസ് ആണ് എന്ന് കാണിക്കുന്ന മെഷർമെൻ്റ് ആണ് ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ അഥവാ GSM എന്ന് പറയുന്നത്. ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ അഥവാ GSM എന്ന് പറയുന്നത് അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 589. വാർപ്പ് ബീം ഉപയോഗിക്കുന്നത് എന്തിന്? വാർപ്പ് ബീം എന്തിനാണ് ഉപയോഗിക്കുന്നത്? വീവിങ്ങിൽ ലൂം പാർട്സിൽ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. വീവിങ്ങിന് മുമ്പ് തയ്യാറാക്കിയ വാർപ്പ് യാൺസ് ഒരു ബീമിൽ നമ്മളിങ്ങനെ ചുറ്റിയിട്ടാണ് ലൂമിലേക്ക് കൊണ്ടുവരുന്നത്. വീവിങ്ങിന് മുന്നേ തയ്യാറാക്കിയ വാർപ്പ് യാൺസ് നമ്മളൊരു ബീമിലേക്ക് ചുറ്റിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഈ ലൂമിൻ്റെ പിന്നിലെ ഭാഗത്ത് ഈ വാർപ്പ് യാൺസ് സൂക്ഷിച്ച് ആവശ്യമായ ടെൻഷനോടെ ലൂമിലേക്ക് സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ വാർപ്പ് ബീം എന്ന് പറയുന്നത്. എന്തിനാണ്? ലൂമിലേക്ക് വാർപ്പ് യാൺസിനെ സപ്ലൈ ചെയ്യാനായിട്ട് അത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് വാർപ്പ് ബീം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 590. റീഡ് ഫംഗ്ഷൻ എന്താണ്? റീഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബീറ്റ് അപ്പ് വെഫ്റ്റ് എന്താണ്? ലൂമിൻ്റെ ലേ അല്ലെങ്കിൽ സ്ലേയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് റീഡ് എന്ന് പറയുന്നത്. ഇത് രണ്ട് പ്രധാന കാര്യങ്ങൾക്കാണ് സഹായിക്കുന്നത്. വാർപ്പ് യാണുകൾക്ക് ശരിയായ സ്പേസിങ് നൽകാനും അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത വെഫ്റ്റ് യാണിനെ ഫാബ്രിക് ഫെല്ലിലേക്ക് ബീറ്റപ്പ് ചെയ്യാനും. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത്? റീഡിൻ്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് വാർപ്പ് യാണുകൾക്ക് ശരിയായ സ്പേസിങ് നൽകാനും അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത വെഫ്റ്റ് യാണിനെ ഫാബ്രിക് ഫെല്ലിലേക്ക് ബീറ്റപ്പ് ചെയ്യാൻ അടുപ്പിക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. വെഫ്റ്റ് യാൺ ഷെഡിലൂടെ ഇൻസേർട്ട് ചെയ്ത ശേഷം അത് ഫാബ്രിക്കിൻ്റെ എഡ്ജായ ഫെല്ലിലേക്ക് ശരിയായ പൊസിഷനിലേക്ക് അടുപ്പിക്കുന്ന പ്രോസസ്സാണിത്. റീഡ് മുന്നോട്ട് മൂവ് ചെയ്ത് ഇൻസേർട്ടഡ് വെഫ്റ്റിനെ ഫാബ്രിക്കിലേക്ക് ബീറ്റ് ചെയ്യുന്നു. അതാണ് അടുപ്പിക്കുന്നതിനാണ് ഈ ബീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഹീൽഡ് ഫ്രെയിം ഫംഗ്ഷൻ എന്താണ്? ഹീൽഡ് ഫ്രെയിമിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഷെഡിങ്. ഹീൽഡ് ഫ്രെയിമിനെ ഹാർനസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഹീൽഡ് ഫ്രെയിമിൻ്റെ മറ്റൊരു പേരാണ് ഹാർനസ്. ഇതിൽ നിരവധി ഹീൽഡ് അല്ലെങ്കിൽ ഹെഡിൽസ് ഉണ്ടാവും. ഹീൽഡ് ഫ്രെയിമിൽ നിരവധി എന്തുണ്ടാവും? ഹീൽഡ്സ് അല്ലെങ്കിൽ ഹെഡിൽസ് ഉണ്ടാവും. ഇതിനെ നമ്മൾ ഹാർനസ് എന്നും വിളിക്കുന്നുണ്ട്. വാർപ്പ് യാണുകൾ ഹീൽഡുകളിലൂടെ കടന്നു പോകുന്നു. ഈ ഹീൽഡ് ഫ്രെയിം മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് വാർപ്പ് യാണുകൾ രണ്ട് വിഭാഗങ്ങളായിട്ട് വേർതിരിക്കാൻ പറ്റുന്നത്. വാർപ്പ് യാണുകൾ ഹീൽഡുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുകയാണ് ചെയ്യുന്നത്. ഹീൽഡ് ഫ്രെയിം മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വാർപ്പ് യാണുകൾ രണ്ട് സെക്ഷനായിട്ട്
രണ്ട് വിഭാഗങ്ങളായിട്ട് വേർതിരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ വാർപ്പിൻ്റെ സെപ്പറേഷൻ വഴി ഉണ്ടാകുന്ന ഓപ്പണിംഗ് ആണ് ഷെഡ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെഡിങ് എന്ന് പറയുന്നത്. പിന്നെ വെഫ്റ്റ് യാണിനെ വാർപ്പ് യാണുകൾക്കിടയിലൂടെ ഇൻസേർട്ട് ചെയ്യാൻ ഒരു ക്ലിയർ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണിത്. അതിനകത്തു കൂടെയാണ് നമ്മൾ വെഫ്റ്റ് യാണിനെ കടത്തി വിടുന്നത്. അടുത്ത ക്വസ്റ്റൻ എന്താണ്? 592 ടേക്കപ്പ് മോഷൻ എന്താണ്? ടേക്കപ്പ് മോഷൻ എന്താണ്? ഫാബ്രിക് വൈൻഡിങ്. അതായത് ലൂമിൽ വീവിങ് പൂർത്തിയാകുന്ന ഫാബ്രിക്കിനെ ഒരു ഓർഡറിൽ മുന്നോട്ട് കൊണ്ടുപോയി ക്ലോത്തിൻ്റെ റോളിൽ വൈൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ടേക്കപ്പ് മോഷൻ എന്ന് പറയുന്നത്. വീവിങ് പൂർത്തിയായതിനു ശേഷം ഫാബ്രിക്കിനെ മുന്നോട്ട് കൊണ്ടുപോയി ക്ലോത്ത് റോൾ എന്ന് പറയുന്ന ക്ലോത്ത് റോളിൽ വൈൻഡ് ചെയ്യുന്നതാണ് ടേക്കപ്പ് മോഷൻ എന്ന് പറയുന്നത്. ഫാബ്രിക് വൈൻഡിങ് ആണ് ടേക്കപ്പ് മോഷൻ എന്ന് പറയുന്നത്. ഓരോ പിക്കും ഇൻസേർട്ട് ചെയ്ത് ഫാബ്രിക് രൂപപ്പെടുമ്പോൾ അത് കണ്ടിന്യൂസ്ലി ക്ലോത്ത് ബീമിലേക്ക് ഇങ്ങനെ വൈൻഡ് ചെയ്ത് പോകണം. ഫാബ്രിക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ടേക്കപ്പ് മോഷനിൽ നടക്കാൻ എന്തൊക്കെയാണ്? ഫാബ്രിക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഫാബ്രിക്കിനെ ക്ലോത്ത് ബീമിൽ വൈൻഡ് ചെയ്യുന്നു, ആവശ്യമായ പിക് ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഫാബ്രിക് ഫോർമേഷൻ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി അത് സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റൻ 593 ലെറ്റ് ഓഫ് മോഷൻ എന്ത് ചെയ്യുന്നു? ലെറ്റ് ഓഫ് മോഷൻ എന്താണ്? നമ്മളിപ്പോൾ ടേക്കപ്പ് പറഞ്ഞു അല്ലേ? ലെറ്റ് ഓഫ് മോഷൻ എന്താണ്? വാർപ്പ് സപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ലെറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതായത് ലൂമിൻ്റെ വാർപ്പ് ബീമിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, വാർപ്പ് ബീം എന്ന് പറയുന്നത് വാർപ്പ് യാൺസിനെ കളക്ട് ചെയ്തിട്ട് ലൂമിലേക്ക് സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബീമാണെന്ന്. അപ്പോൾ ആ പ്രോസസ്സാണ്, അതായത് ലൂമിൻ്റെ വാർപ്പ് ബീമിൽ നിന്ന് വാർപ്പ് യാൺസിനെ കൺട്രോൾഡ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ റേറ്റിൽ കൺട്രോൾഡ് റേറ്റിൽ അൺവൈൻഡിങ് ചെയ്ത്, അതായത് വൈൻഡിങ് അല്ല, ചുറ്റല്ല ചെയ്യുന്നത്, ചുറ്റിയ നൂലിങ്ങനെ അൺവൈൻഡിങ് ആവുകയാണ് ചെയ്യുന്നത്. അഴിഞ്ഞ് നമ്മുടെ വീവിങ് സോണിലേക്ക് സപ്ലൈ ചെയ്യുന്ന മോഷനാണ് ലെറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. വാർപ്പ് ബീമിൽ ചുറ്റി വെച്ചിട്ടുള്ള വാർപ്പ് യാൺസ് ഈസി ആയിട്ട് ഇങ്ങനെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ അൺവൈൻഡിങ് ചെയ്ത് വീവിങ് സോണിലേക്ക് അല്ലെങ്കിൽ വീവിങ് ലൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന മോഷനാണ് നമ്മൾ ലെറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതായത് വാർപ്പ് സപ്ലൈ ആണ് ലെറ്റ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. വാർപ്പ് യാണുകൾ വീവിങ് സമയത്ത് ശരിയായ ടെൻഷനിൽ ലൂമിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീവിങ് നടക്കുള്ളൂ. അതിനാൽ ലെറ്റ് ഓഫ് മോഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 594 നിറ്റിംഗ് നീഡിൽ ടൈപ്സ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് നിറ്റിംഗ് നീഡിൽ ടൈപ്സ്? നിറ്റിംഗ് മെഷീനിൽ ലൂപ്പ് ഫോർമേഷൻ നടത്താൻ വിവിധ തരത്തിലുള്ള നീഡിൽസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ലാച്ച് നീഡിൽ, ബിയാർഡഡ് നീഡിൽ, കോമ്പൗണ്ട് നീഡിൽ എന്നിങ്ങനെ 3 ടൈപ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലാച്ച് നീഡിലിനൊരു ചെറിയ ലാച്ച് അല്ലെങ്കിൽ ഹുക്ക് പോലെ ഉണ്ടായിരിക്കും. ഇത് ലൂപ്പ് തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്നതാണ്. ബിയാർഡഡ് നീഡിൽ എന്ന് പറയുന്ന ഹുക്ക് ഭാഗത്ത് ബിയാർഡ് എന്ന വളഞ്ഞ ഭാഗമാണ് ഉള്ളത്. ഇതിനെ സിംഗർ പോലെയുള്ള മറ്റ് എലമെന്റ്സിന്റെ സഹായത്തോടു കൂടി പ്രവർത്തിപ്പിക്കുന്നതാണ്. കോമ്പൗണ്ട് നീഡിലിൽ ഹുക്ക് പ്ലസ് സെപ്പറേറ്റ് ക്ലോസിംഗ് എലമെന്റ് ഉണ്ടായിരിക്കും. ഹുക്കും ഒരു ക്ലോസിംഗ് എലമെന്റും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലൂപ്പ് ഫോർമേഷൻ കൂടുതൽ കൺട്രോൾഡ് ആയിട്ട് നടത്താനായിട്ട് കഴിയും. അതുകൊണ്ട് ലാച്ചും ബിയാർഡഡ് കോമ്പൗണ്ട് 3 നിറ്റിംഗ് നീഡിൽ ടൈപ്സ് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഡി ആണ്. ഓൾ ഓഫ് ദീസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റൻ 595 നോൺ വോവൻ ബോണ്ടിങ് മെത്തേഡ് ഏത്? നോൺ വോവൻ ഫാബ്രിക് എന്ന് പറയുന്നത് വീവിങ് അല്ലെങ്കിൽ നിറ്റിംഗ് വഴി നിർമ്മിക്കുന്ന ഫാബ്രിക് അല്ല അല്ലേ? ഫാബ്രിക്സിനെ ഒരു വെബായി ഇങ്ങനെ ക്രമീകരിച്ച് ബോണ്ടിങ് വഴി ഒന്നിച്ച് ചേർത്താണ് നമ്മൾ നോൺ വോവൻ ഫാബ്രിക് നിർമ്മിക്കുന്നത്. ഫാബ്രിക്സ് തമ്മിൽ ചേർക്കാനായിട്ട് പ്രധാനമായിട്ട് 3 ബോണ്ടിങ് മെത്തേഡ്സ് ആണുള്ളത്. മെക്കാനിക്കൽ ബോണ്ടിങ്, കെമിക്കൽ ബോണ്ടിങ്, തെർമൽ ബോണ്ടിങ്. മെക്കാനിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫൈബേഴ്സിനെ മെക്കാനിക്കൽ ആക്ഷൻ ഉപയോഗിച്ച് പരസ്പരം ഇങ്ങനെ അതിനെങ്ങനെ എൻഡാങ്കിൾ ചെയ്യാണ് ചെയ്യുന്നത്. ഉദാഹരണം നീഡിൽ പഞ്ചിങ് പോലെയുള്ള മെത്തേഡ്സ്. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ പശ പോലെ അഡ്ഹസീവ് അല്ലെങ്കിൽ ബൈൻഡർ ഉപയോഗിച്ച് ഫൈബേഴ്സ് തമ്മിൽ ബോണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. തെർമൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ഉപയോഗിച്ച് തെർമോപ്ലാസ്റ്റിക് ഫൈബേഴ്സ് ഉരുക്കുകയോ അല്ലെങ്കിൽ സോഫ്റ്റൻ ചെയ്യുകയോ ചെയ്ത് ഫൈബേഴ്സ് തമ്മിൽ ബോണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം 3ഉം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലേ? ക്വസ്റ്റ്യൻ 596 ഡൈയിങ് ടെമ്പറേച്ചർ എഫക്റ്റ് എന്താണ്? ഇൻക്രീസ് ഡൈ അപ്ടേക്ക്. അതായത് ഡൈയിങ് പ്രോസസ്സിൽ ടെമ്പറേച്ചർ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അനുയോജ്യമായ ടെമ്പറേച്ചറിൽ ഡൈ ബാത്ത് ചൂടാക്കുമ്പോഴാണ് ഡൈ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് കൂടുകയും ഡൈയും ഫൈബറും തമ്മിലൊരു ഇന്ററാക്ഷൻ മെച്ചപ്പെടുകയും ചെയ്യുന്നത്.
അപ്പം അങ്ങനെ അതിനാൽ ഫൈബറിലേക്ക് ഡൈ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും, അതായത് ഡൈ ഇൻടേക്ക്, ഡൈ ആഗിരണം കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധിക്കും. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള അതായത് ഇപ്പോൾ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഡൈ അപ്ടേക്ക് കറക്റ്റ് ആവുള്ളൂ. ഉദാഹരണത്തിന് ചില ഡൈസിന് ലോ ടെമ്പറേച്ചറിൽ കളർ അബ്സോർപ്ഷൻ കുറവായിരിക്കും, ശരിയായ ടെമ്പറേച്ചറിലേക്ക് ഉയർത്തുമ്പോഴായിരിക്കും ഡൈ ഫൈബറിലേക്ക് കൂടുതലായിട്ട് എൻ്റർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഉയർത്തിയാലാണ് ഡൈ അപ്ടേക്ക് കൂടുമെന്നല്ല, ഓരോ ഫൈബറിനും ഡൈക്കും അനുയോജ്യമായൊരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ അത് കൂടുതലായാലും ഫൈബർ ഡാമേജ് ആവും, അല്ലെങ്കിൽ അൺഈവൻ ഡൈയിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓരോ ടെമ്പറേച്ചറിനും ഓരോ ഫൈബറിനും കറക്റ്റായിട്ടുള്ള ടെമ്പറേച്ചർ ഏതാണോ അത് എത്രത്തോളം മാക്സിമം ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ ഡൈ അപ്ടേക്ക് ഇൻക്രീസ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 597. ഫാസ്റ്റ്നെസ് ടു വാഷിംഗ് എന്താണ്? ഫാസ്റ്റ്നെസ് ടു വാഷിംഗ് എന്താണ്? കളർ റെസിസ്റ്റൻസ് ടു വാഷിംഗ്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഫാസ്റ്റ്നെസ് നമ്മൾ പഠിച്ചതാണ്. ഫാസ്റ്റ്നെസ് ടു വാഷിംഗ് എന്ന് പറയുന്ന ഒരു ഡൈഡ് അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് ഫാബ്രിക് കഴുകുമ്പോൾ അതിൻ്റെ നിറം എത്രത്തോളം നിലനിൽക്കുന്നു, കളർ ഇളകാതെ എത്രത്തോളം നിലനിൽക്കുന്നു എന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. അതായത് ഫാബ്രിക് പലതവണ വാഷ് ചെയ്താലും കളർ എളുപ്പത്തിൽ ഫെയ്ഡ് ആകരുത്, മറ്റൊരു ഫാബ്രിക്കിലേക്ക് കളർ ട്രാൻസ്ഫർ ആവരുത്, വാഷിങ്ങിൻ്റെ എഫക്റ്റിനെ റെസിസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു പുതിയ കളർ ഡ്രസ്സ് വാങ്ങി അത് വാഷ് ചെയ്തപ്പോൾ കളർ പെട്ടെന്ന് മങ്ങിപ്പോയി എങ്കിൽ അതിൻ്റെ എന്താണ് പുവർ വാഷിംഗ് ഫാസ്റ്റ്നെസ് ആണ് എന്നാണ് നമ്മൾ പറയുക. പല തവണ കഴുകിയിട്ടും ഡ്രസ്സിൻ്റെ കളർ അതേപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്താ പറയുക? ഗുഡ് ഫാസ്റ്റ്നെസ് ടു വാഷിംഗ് എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ 598. ഫിനിഷിംഗ് പ്രോസസ്സിൻ്റെ അവസാന ഘട്ടം എന്താണ്? ഫിനിഷിംഗ് പ്രോസസ്സിൻ്റെ അവസാന ഘട്ടം എന്താണ്? ഫൈനൽ ഫിനിഷിംഗ്. അതായത് ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഫാബ്രിക്കിൻ്റെ അപ്പിയറൻസ്, ഫീല്, പെർഫോമൻസ് എന്നിവ മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ നടത്തുന്ന ട്രീറ്റ്മെൻ്റ് ആണ്. ടെക്സ്റ്റൈൽ പ്രോസസ്സിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷം ഫാബ്രിക്കിന് ആവശ്യമായ ഫൈനൽ പ്രോപ്പർട്ടീസ് നൽകുന്ന അവസാന ട്രീറ്റ്മെൻ്റ് ആണ് ഫൈനൽ ഫിനിഷിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കൂടുതൽ ലസ്റ്റർ കൊടുക്കുക, സോഫ്റ്റ്നെസ് കൊടുക്കുക, ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കുക, ഫ്ലെയിം റെസിസ്റ്റൻസ്, വാട്ടർ റെസിസ്റ്റൻസ്, ക്രീസ് റെസിസ്റ്റൻസ്, അങ്ങനെ തുടങ്ങിയ പ്രോപ്പർട്ടീസ് നൽകാൻ നമ്മൾ വിവിധ ട്രീറ്റ്മെൻറ്റ്, ഫിനിഷിംഗ് ട്രീറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 599. ഫാബ്രിക് സ്ലബ് എന്താണ്? ഫാബ്രിക് സ്ലബ് എന്താണ്? തിക്ക് പ്ലേസ്. അതായത് സ്ലബ് എന്ന് പറയുന്നത് യാണിൽ ഉണ്ടാവുന്ന ഒരു അസാധാരണമായിട്ടുള്ള ഒരു കട്ടിയുള്ള ഭാഗമാണ്. സാധാരണ യാണിനേക്കാൾ ഒരു ഭാഗത്ത് ഫൈബർ അല്ലെങ്കിൽ യാണ് തിക്നെസ് കൂടുതലായി ഇങ്ങനെ ഉരുണ്ട് കാണപ്പെടുമ്പോഴാണ് നമ്മൾ സ്ലബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ യാണ് ഇറഗുലാരിറ്റി, ഒരു റെഗുലർ അല്ലാതെ ഇറഗുലാരിറ്റി ആയിട്ട് കാണപ്പെടാം. എന്നാൽ ചില ഫാബ്രിക്സിൽ പ്രത്യേക ടെക്സ്ചർ അല്ലെങ്കിൽ അവിടെ ഒരു ഡെക്കറേറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇൻറ്റൻഷണലായിട്ട്, അതായത് നമ്മൾ വേണമെന്ന് വെച്ച് സ്ലബ് യാണ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അല്ലാതെ ചെയ്യുമ്പോൾ, അതല്ലാതെ വരുമ്പോൾ അതെന്താണ്? ഒരു ഡിഫക്റ്റാണ്. നമ്മളത് വേണമെന്ന് വെച്ചിട്ട് യാൺസിന് അങ്ങനെ ഒരു ഇറഗുലാരിറ്റി കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഇൻറ്റൻഷനലി സ്ലബ് യാൺസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 600. ടെക്സ്റ്റൈൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ടെക്സ്റ്റൈൽ ക്വാളിറ്റി കൺട്രോളിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? എൻഷുവർ ക്വാളിറ്റി. എന്താണ് ക്വാളിറ്റി കൺട്രോൾ? QC എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ്റെ വിവിധ ഘട്ടങ്ങളിലെ മെറ്റീരിയൽസ്, പ്രോസസ്സിങ്, യാൺ, ഫാബ്രിക്, ഫിനിഷ്ഡ് ഗാർമെൻറ്റ്സ്, അതായത് മെറ്റീരിയൽസോ അത് പ്രോസസ്സിങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ നൂല്, തുണി, ഫിനിഷ്ഡ് ഗാർമെൻറ്റ്സ് എന്നിവ പരിശോധിച്ച് അതിൻ്റെ ക്വാളിറ്റി, അതായത് അതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്ന പ്രോസസ്സാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. എൻഷുവർ ക്വാളിറ്റി ഉറപ്പാക്കുന്ന പ്രോസസ്സ് അല്ലേ. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത് ഫൈബർ ക്വാളിറ്റി പരിശോധിക്കാൻ, അതുപോലെ യാണിൻ്റെ സ്ട്രെങ്ത്, കൗണ്ട്, ട്വിസ്റ്റ് തുടങ്ങിയവ പരിശോധിക്കാൻ, ഫാബ്രിക്കിൽ ഡിഫക്ട്സ് കണ്ടെത്താൻ, കളറിൻ്റെ ഫാസ്റ്റ്നെസ് പരിശോധിക്കാൻ, ഫാബ്രിക് മെഷർമെൻറ്റ്സ് പരിശോധിക്കാൻ, ഫിനിഷ്ഡ് ഗാർമെൻറ്റ് ക്വാളിറ്റി ഉറപ്പാക്കാൻ എന്നിവയ്ക്കൊക്കെയാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുന്ന ഒരു ഗാർമെൻറ്റ് നിർമ്മിക്കുമ്പോൾ ഫാബ്രിക്, കട്ടിങ്, സ്റ്റിച്ചിങ്, ഫിനിഷിങ്, ലാസ്റ്റ് ഇൻസ്പെക്ഷൻ, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഡിഫക്ട്സ് പരിശോധിച്ച് ആവശ്യമായ ക്വാളിറ്റി നിലനിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? QC, അതായത് ക്വാളിറ്റി കൺട്രോളിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഉറപ്പാക്കുക എന്നതാണ്.